അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര ഈസി വീഡിയോ ആണ്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാനിന്ന് കുറച്ച് വാട്ടർ കളർ ടെക്നിക്സ് ഭയങ്കര എന്താ പറയുക ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് കാണിച്ചു തരാം. അപ്പം റെഡിയല്ലേ എല്ലാവരും പഠിക്കാനായിട്ട്? അപ്പോൾ നമുക്ക് സ്കെച്ചിങ് തുടങ്ങാം. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു വാട്ടർമെലൻ്റെ സ്ലൈസ് ആണ്. അപ്പം ആദ്യം തന്നെ നമ്മുടെ പരിപാടി സെയിം തന്നെ സ്കെച്ചിങ്ങിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം വാട്ടർമെലൻ്റെ ഷേപ്പ് നമുക്കറിയാം. ഐ മീൻ വാട്ടർമെലൻ സ്ലൈസിൻ്റെ ഷേപ്പ് നമുക്കറിയാം, ഒരു ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഞാനിങ്ങനെ ട്രയാങ്കിളിൻ്റെ മുകൾ ഭാഗം വരയ്ക്കുന്നുണ്ട്. പിന്നെ എന്നിട്ട് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കണം. ആക്ച്വലി ഈ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക, ഇത് ചെറുതായിട്ടൊന്ന് താഴത്തോട്ട് സ്ലാൻഡ് ചെയ്തിട്ട് വേണം വരയ്ക്കാനായിട്ട്. എന്നിട്ട് അതിൻ്റെ ഒപ്പം എന്താ പറയുക, താഴത്തോട്ട് ഒരു പാരലൽ ലൈൻ, അതായത് നമ്മൾ നേരത്തെ വരച്ച ആ ലൈനിൻ്റെ പാരലലായിട്ട് ഒരു ലൈൻ കൂടെ ഇതുപോലെ വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് താഴത്ത് ഈ ലൈൻസ് എല്ലാം ഒന്ന് കമ്പൈൻ ചെയ്യണം. അപ്പം കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെ വരയ്ക്കുക? സ്ട്രെയിറ്റ് ലൈൻ അല്ല, എല്ലാവർക്കും അറിയാം. ഒരു റൗണ്ടഡ് ലൈൻ വെച്ചിട്ടാണ് നമ്മൾ താഴത്തെ ലൈൻസ് എല്ലാം നമ്മൾ താഴേക്ക് ജോയിൻ ചെയ്തെടുക്കുന്നത്. അതിനു മുമ്പ് ഇവിടെ ഇതുപോലെ ഈ രണ്ട് ലൈൻസ് ഒന്ന് ജോയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് ലൈൻസൊന്നും എന്താ പറയുക, ഓരോ റൗണ്ടഡ് ലൈൻസ് ഇപ്പുറത്തെ ഈ ഒരു പോയിന്റിലോട്ട് നമ്മൾ വരയ്ക്കുക. ഇതുപോലെ റൗണ്ടഡ് ലൈൻസ് ഒരു ചെറുതായിട്ടൊരു ബെൻഡ് കൊടുത്തിട്ട് ഇതുപോലെ ഒരു ആർച്ച് വരയ്ക്കുക. അപ്പം ഇവിടുന്ന് രണ്ടിടത്തുനിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് ഈ ഒരൊറ്റ പോയിന്റിൽ ജോയിൻ ചെയ്യുന്ന തരത്തിൽ വേണം നമ്മൾ ഈ ആർച്ചസ് വരയ്ക്കാനായിട്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സ്കെച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ വേറെ ഒന്നും വരയ്ക്കണില്ല. ഇനി നമുക്ക് നേരെ പെയിൻറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ സ്ഥിരം യൂസ് ചെയ്യുന്ന ബ്രഷസ് ആണ്. സൈസ് 12ൻ്റെ ഒരു വലിയ ബ്രഷും 0, 00 ആൻഡ് 1 സൈസസ് ഉള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ബ്രഷസും. അപ്പം ഇത്രയും ബ്രഷസ് ആണ് ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ 2 ബോട്ടിൽ ഓഫ് വാട്ടർ. പിന്നെ നമുക്ക് വേണ്ടത് പിങ്ക്, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ, ഇത്രയും കളേഴ്സാണ് നമുക്ക് അത്യാവശ്യമല്ല, നമ്മൾ കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ അത്രയും കളേഴ്സ് എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ വെറ്റ് ചെയ്തെടുക്കലാണ്. നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്ന ആ ഭാഗത്ത് മാത്രം നമുക്ക് പ്യുവർ വാട്ടർ വെച്ച് നന്നായിട്ട് വെറ്റ് ചെയ്തെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിഗ്മെൻറ്റ്സ് എടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ ഫസ്റ്റ് തന്നെ എടുക്കുന്ന പിഗ്മെൻറ്റ് പിങ്ക് കളറാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഏത് പിങ്ക് ആണോ ഉള്ളത് ആ പിങ്ക് കളർ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നേരെ പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യരുത്, എപ്പോഴും പാലറ്റിൽ വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഞാനൊരു പിങ്ക് ഷെയ്ഡും ആൻഡ് നിങ്ങളുടെ കയ്യിലുള്ള ഒരു റെഡ് ഷെയ്ഡും കൂടി എടുത്തിട്ട് മിക്സ് ചെയ്ത് എന്നിട്ടാണ് ഞാനത് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്യുന്നത്. പേപ്പറിലോട്ട് നമ്മൾ കളർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് ഇതുപോലെ നന്നായിട്ട് പാലറ്റിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ഓൾറെഡി വെറ്റ് ചെയ്തിരിക്കുന്ന പേപ്പറാണ്. അപ്പോൾ നമ്മൾ അതിലോട്ട് ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് വേണം പിഗ്മെൻറ്റ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. നമ്മൾ എപ്പോഴും ചെയ്യാറുള്ള പോലെ ഇതുപോലെ ഓരോ സൈഡിലായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഉൾഭാഗത്തേക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കാം. എല്ലായിടത്തും നന്നായിട്ട് ഈവനായിട്ട് തന്നെ വേണം നമ്മൾ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പം ഈ മുകൾ ഭാഗത്ത് പിങ്ക് കളറാണല്ലോ വരിക. അപ്പം ആ മുകൾ പോർഷൻസിലെല്ലാം നമുക്ക് ഈ കളറ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇന്നിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വാട്ടർ കളർ ടെക്നിക്ക് എന്ന് പറയുന്നത് കളർ ലിഫ്റ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വാട്ടർ കളർ സ്ലൈസിൻ്റെ താഴത്തെ പോർഷൻസിൽ അത്ര അധികം പിങ്ക് കളർ ഇല്ല, ഒരു വൈറ്റ് അല്ലെങ്കിൽ ഒരു ക്രീം ഷെയ്ഡാണ് വരുന്നത്. അപ്പം നമ്മൾ ആ പോർഷൻസിൽ കളേഴ്സ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ബ്രഷ് നന്നായിട്ട് പ്യുവർ വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ആ ഒരു പോർഷൻസ് മാത്രം ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് നമ്മൾ ഒരു നല്ല ടിഷ്യൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഒപ്പിയെടുക്കാം. അപ്പം അവിടുത്തെ പിഗ്മെന്റ്സ് എല്ലാം ടിഷ്യൂവിൽ അബ്സോർബ് ആയി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കളർ ലിഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ടെക്നിക്ക് നമുക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാം. ഹൈലൈറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഇൻ കേസ് നമ്മുടെ പെയിൻറ്റിങ്ങിൽ എന്തെങ്കിലും നമ്മൾ തെറ്റായിട്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കളറോ എന്തെങ്കിലും നമ്മളുടെ ഔട്ട്ലൈൻ്റെ പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ലിഫ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എറർ കറക്ഷന് വേണ്ടിയിട്ടും ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇവിടെ നമുക്ക് ചെറുതായിട്ടൊരു പിങ്ക് കളറാണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ പ്യുവർ വൈറ്റിനേക്കാളും ഈ ഒരു പിങ്ക് കളറാണ് ഈ പോർഷനിൽ പ്രിഫർ ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ കളർ ലിഫ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു പോർഷനിലാണ്. ഇവിടെ നമ്മൾ ഒരു ഹൈലൈറ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോർഷനിലെ പിഗ്മെന്റ് ലിഫ്റ്റ് ചെയ്യണം. അപ്പോൾ സെയിം പ്രോസസ്സ് തന്നെ ഇവിടെയും റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ ഒന്ന് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് സെക്കൻഡ് ലെയർ പെയിൻറ് ചെയ്യാം. അപ്പോൾ സെക്കൻഡ് ലെയർ പെയിൻറ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഹൈലൈറ്റിൻ്റെ പോർഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. ആ ലിഫ്റ്റ് ചെയ്ത ഭാഗത്തിന് അറൗണ്ട് ആയിട്ടാണ് നമ്മൾ പെയിൻറ് ചെയ്യുന്നത്. ഇങ്ങനെ പെയിൻറ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ച ഒരു ടെക്നിക്കാണ് ഈ നെഗറ്റീവ് പെയിൻറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മളൊരു ചെറിയ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ കളർ ലിഫ്റ്റ് ചെയ്ത പോർഷനിൽ ഞാൻ വീണ്ടും പെയിൻറ് ചെയ്തു. ബട്ട് കുഴപ്പമില്ല, നമുക്കത് വീണ്ടും ലിഫ്റ്റ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ സെക്കൻഡ് ടെക്നിക് നെഗറ്റീവ് പെയിൻറ്റിങ്. അപ്പോൾ നമുക്ക് വേണ്ടാത്ത പോർഷൻസിൽ, അതായത് നമ്മൾ കളർ പിഗ്മെന്റ്സ് കൊടുക്കാൻ ഉദ്ദേശിക്കാത്ത പോർഷൻസിന്റെ അറൗണ്ട് ആയിട്ട് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ നെഗറ്റീവ് പെയിന്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ വാട്ടർ കളറിൽ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക് തന്നെയാണ് ഈ നെഗറ്റീവ് പെയിന്റിംഗ് ടെക്നിക് എന്ന് പറയുന്നത്. ഇതുപോലെ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാനും പിന്നെ ലീവ്സ് ഒക്കെ വരയ്ക്കുമ്പോൾ അതിൻ്റെ വെയിൻസ് പെയിന്റ് ചെയ്യാനും ഒക്കെ നമ്മൾക്ക് ഈ ഒരു ടെക്നിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി വാട്ടർമെലൻ്റെ ഈ ഒരു പോർഷൻ ഫുള്ളായിട്ട് ഗ്ലേസ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നന്നായിട്ട് പിഗ്മെന്റ്സ് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ കുറച്ച് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനുണ്ട്. അപ്പം ഈ ഒരു ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് വാട്ടർ ഡ്രോപ്സ് നമ്മൾ പേപ്പറിലോട്ട് ഇതുപോലെ അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്യുവർ വാട്ടർ ഡ്രോപ്സ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എന്താ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ടർ ഡ്രോപ്സ് വാട്ടർ കളർ പേപ്പറിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു പിഗ്മെന്റ്സ് ഉണ്ടല്ലോ, ഈ പിഗ്മെന്റ് എല്ലാം തനിയെ സ്പ്രെഡ് ആയിട്ട് അവിടെ നല്ലൊരു എന്താ പറയുക ടെക്സ്ചർ തനിയെ ക്രിയേറ്റ് ആവും. അപ്പം ശരിക്കും നമ്മളത് ഡ്രോപ്പ് ഇതുപോലെ ഒഴിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് വിസിബിൾ ആവില്ല. പക്ഷെ വൺസ് പേപ്പർ ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടെക്സ്ചർ നല്ല കംപ്ലീറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് വിസിബിൾ ആവും. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം ചെറുതായിട്ട് ആ പിഗ്മെന്റ്സ് എല്ലാം എന്താ പറയാ ഡിസ്ട്രിബ്യൂട്ട് ആയിട്ട് നല്ലൊരു ടെക്സ്ചർ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. ഇത് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നുകൂടി നന്നായിട്ട് വിസിബിൾ ആവും. പിന്നെ ഇനി നമുക്ക് പെയിന്റ് ചെയ്യാനുള്ളത് ഈ ഒരു ഗ്രീൻ കളറിലുള്ള പോർഷനാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള വാട്ടർ കളറിലെ ഒരു ലൈറ്റ് ഗ്രീൻ എടുത്തിട്ട് ഇതുപോലെ പെയിന്റ് ചെയ്യാം. നമുക്ക് ഒരു ഗ്രീൻ കളർ മതി. അതിൻ്റെ ലൈറ്റ് ഷെയ്ഡ് എടുത്തിട്ട് നമുക്ക് ബേസ് പെയിന്റിങ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ മേലേക്ക് കളർ ബിൽഡ് ചെയ്തെടുക്കാം. അത്രയേ ഉള്ളൂ. അതിന് കൂടുതൽ എക്സ്ട്രാ പരിപാടികളൊന്നുമില്ല അവിടെ ആയിട്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ ഇവിടെ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതിൽ വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. ഓൾറെഡി വെറ്റായിരിക്കുന്ന പേപ്പറിലോട്ട് കുറച്ചും കൂടി കൂടുതൽ പിഗ്മെന്റ്സ് ആഡ് ചെയ്തിട്ട് അത് തനിയെ സ്പ്രെഡ് ആവാനായിട്ട് അലൗ ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് അതൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഒരു രീതിയിലാണ് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വാഷ് കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് കറക്ഷൻ വർക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇവിടെയൊക്കെ കളർ ലിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി പിഗ്മെന്റ്സ് അവിടെ ഇരിക്കുന്ന പോലെ തോന്നിയപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് കളറെല്ലാം ലിഫ്റ്റ് ചെയ്ത് ഒന്നുകൂടെ പെർഫെക്റ്റ് ആക്കുന്നുണ്ട്. ആൻഡ് ഇവിടുത്തെ എഡ്ജസ് എല്ലാം ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലൈൻ ഒന്നുകൂടെ എന്താ പറയുക ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും കളർ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താ വെറ്റായിട്ടിരിക്കുന്ന പേപ്പറിൽ തന്നെ ലിഫ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല ഇപ്പം വൺസ് കളർ ഡ്രൈ ആയി കഴിഞ്ഞാൽ ചിലപ്പം ചില വാട്ടർ കളേഴ്സിന് സ്റ്റെയിനിങ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ കളേഴ്സ് പേപ്പറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു പോരണമെന്നില്ല. അവിടെ ഒരു സ്റ്റെയിൻ ഇങ്ങനെ നിൽക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ
ഡാമ്പായിട്ടുള്ള പേപ്പറിൽ തന്നെ ഇതുപോലത്തെ എന്താ പറയുക ലിഫ്റ്റിംഗ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഈ ഒരു പോർഷനിൽ ഞാൻ കുറച്ചുകൂടി പിഗ്മെന്റ്സ് എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് താഴത്തെ പോർഷൻസിൽ കുറച്ച് ഷാർപ്പ് എഡ്ജസ് ഉണ്ട്, അതൊന്ന് നമ്മൾ സോഫ്റ്റ് ആക്കണം. അപ്പം ഞാനത് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ ഇവിടുത്തെ പരിപാടി. ഇനി നമുക്ക് പെയിന്റ് ചെയ്യേണ്ടത് ഈ ഒരു ഗ്രീൻ പോർഷൻ ആണ്. അപ്പം കുറച്ചുകൂടി ഡാർക്ക് പിഗ്മെന്റ് എടുത്തിട്ട് നമുക്ക് അവിടെ കുറച്ച് സ്ട്രക്ചർ പെയിന്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ചെറുതായിട്ട് ആ സ്ട്രക്ചർ ഒന്ന് പെയിന്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പെയിന്റ് ചെയ്യാതെ ഇതുപോലെ എന്താ പറയുക കുറച്ച് സ്ഥലത്ത് മാത്രം പിഗ്മെന്റ് എടുത്തിട്ട് പിഗ്മെന്റ് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ താഴത്തെ ലെയർ വിസിബിൾ ആകുന്ന രീതിയിൽ നമ്മൾ പെയിന്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബ്യൂട്ടിഫുൾ സ്ട്രക്ചർ ക്രിയേറ്റ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഈ ഒരു പോർഷൻ കൂടി പെയിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പെയിന്റിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ഒന്നോ രണ്ടോ സീഡ്സ് കൂടെ ഇതിന്റെ മുകളിൽ വരയ്ക്കണം. ഇത്രയും കൂടെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ പെയിന്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ സീഡ്സ് വരയ്ക്കാനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 2-3 സീഡ്സ് ആണ് ഞാനിപ്പോൾ വരയ്ക്കുന്നത്. സീഡ്സിന്റെ ആ ഒരു ഫോം അറിയാലോ, ചെറിയൊരു ഓവൽ ഷേപ്പിൽ നമുക്ക് ഇവിടെ സീഡ്സ് വരച്ചു കൊടുക്കാം. അപ്പം ഇത്രയാണ് ഞാൻ ഇന്ന് പെയിന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പെയിന്റിങ്ങിന്റെ ലുക്ക് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ടെക്സ്ചർ കാണിച്ചു തരാം. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വാട്ടർ കളർ ബ്ലൂമിങ്ങിന്റെ എഫക്റ്റ് വരുന്നത്. ഈ ഒരു ചെറിയ സർക്കിൾസ് ഫോം ചെയ്തിരിക്കുന്നത് ആ വാട്ടർ കളർ ഡ്രോപ്സ് നമ്മൾ വാട്ടറിലേക്ക് പോർ ചെയ്തതിൻ്റെ എഫക്റ്റ് ആയിട്ടാണ്. പിന്നെ ഈ ഒരു ലൈനും ഈ ഒരു പോർഷനും ഒക്കെ വന്നത് നമ്മൾ കളർ ലിഫ്റ്റിംഗ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത ടെക്നിക്സും അതിൻ്റെ എൻഡ് റിസൾട്ട്സും വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതിൽ പറഞ്ഞിരിക്കുന്ന ടെക്നിക്സ് ഒക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. ബൈ.